നമ്മുടെ ഗ്രൂപ്പിലെ ശ്രീകുമാർ സാറ് ഗുരുവായൂർ പോയിരുന്നു. ഗുരുവായൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിലേക്ക് ഞാനത് തരികയാണ്. ഇന്നത്തെ ഗുരുവായൂരുണ്ണി തന്ന ദർശനം അത്യപൂർവമായിരുന്നു. അഭൂതപൂർവമായ ഭക്തജനത്തിരക്കുണ്ടായിട്ടും മതിലിട്ട് വലയ്ക്കാതെ പടിഞ്ഞാറേ നട മുതൽ വന്ന് 8 മണി മുതൽ ക്യൂവിൽ നിന്നെങ്കിലും 10-15 മണിയോടെ ദർശനം കിട്ടി. കൈശോരവേഷം എന്താ ഉണ്ണി ഇങ്ങനെ എന്ന് തോന്നിയപ്പോഴേക്കും ദർശനം കഴിഞ്ഞ് താമരക്കണ്ണൻ ഇരിക്കുന്ന സ്ഥലത്ത് ഗ്രില്ലിനടുത്ത് നിൽക്കെ അതാ കാണാം കദളിപ്പഴം, കളഭം, പട്ട്, കൗബീനം, തുളസിമാല, താമരദളമൊക്കെ ഒരു കവറിലാക്കി തന്നു. തൃക്കൈവെണ്ണ നടത്തുവാൻ അദ്ദേഹത്തോട് പറഞ്ഞ് ദക്ഷിണയും നൽകി. പുറത്ത് ദേവിയെയും തൊഴുത് നേരെ സദ്യാലയത്തിലേക്കുള്ള ക്യൂവിൽ ഞങ്ങൾ 4 പേരും എത്തി. ക്യൂ കണ്ടപ്പോൾ കണ്ണാ എന്ന് വിളിച്ചു. പക്ഷെ അരമണിക്കൂർ മാത്രമേ നിർത്തിച്ചുള്ളൂ കേട്ടോ. ഞങ്ങൾ വെളുപ്പിന് പുറപ്പെട്ട് ക്ഷേത്രത്തിലെത്തി നേരെ ക്യൂവിൽ കയറിയത് കണ്ണൻ കണ്ടതാണല്ലോ. വിശപ്പറിഞ്ഞ് വേഗം അന്നദാനത്തിലെത്തിച്ച് 11:30 ഭക്ഷണം വയർ നിറയെ തരവിച്ചു. തിരക്കുള്ള സമയം 2ാം തവണ ഭക്ഷണം സാധാരണ വരാറില്ല. പക്ഷേ വീണ്ടും അല്പം കൂടി കിട്ടിയെങ്കിലെന്ന് തോന്നിയപ്പോഴേക്കും ചോറും രസവുമായി വണ്ടികളെത്തി. വയറ് നിറയെ കഴിച്ചു. ഇത്രയും തിരക്കിലാണ് കണ്ണനെങ്കിലും ആ കരുതൽ പറയാതിരിക്കാനാവില്ല. കണ്ണാ, സാഷ്ടാംഗ നമസ്കാരം നിന്റെ മുമ്പിൽ. ഈ അനുഭവം അദ്ദേഹം വരികളിലൂടെ പറയുന്നുണ്ട്. എനിക്കത് പാടാൻ അറിയാത്തതുകൊണ്ട് ഞാനത് ഇവിടെ പറയുന്നില്ല. അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുകയാണ്. എന്തായാലും ഈ അനുഭവം നിങ്ങൾ കേൾക്കുക. സബ്സ്ക്രൈബ് ചെയ്തു വന്നാൽ ഒരുപാട് അനുഭവങ്ങൾ, കൃഷ്ണാനുഭവങ്ങൾ ത്രിമധുരത്തിൽ ഒരു വർഷമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ജോയിലിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലും അംഗമാവാവുന്നതാണ്. ഹരേ കൃഷ്ണ.